നമസ്കാരം ഡാഗുസ്റ്റുഡിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു 5.1 ഓഡിയോ ഔട്ട് വരുന്ന ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്ത് ഔട്ട് എടുക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ സബ്സ്ക്രൈബർ ബ്രോ ചോദിച്ചതാണ്, കമൻറ്റായിട്ട് ചോദിച്ച കാര്യമാണ്. അപ്പോൾ നമ്മളിത് ബേസിക് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൺഫ്യൂസ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യമാണ് നമ്മളിതിൽ പറയാൻ പോകുന്നത്. സിമ്പിളാണ്. അപ്പോൾ ബേസിക് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ മീഡിയ പൂളിൻ്റെ അകത്ത് വന്നിട്ട് ഈ ഒരു ഏരിയയിൽ മാസ്റ്ററിൻ്റെ അകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണേ. ടൈം ലൈൻ ക്രിയേറ്റ് ടൈം ലൈൻ എന്നുള്ള ഈ ഒരു ഓപ്ഷന് കമാൻഡ് എന്നാണ് ഷോർട്ട് കട്ട്, വിൻഡോസിൽ കൺട്രോൾ എൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കൊരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് എത്ര ഓഡിയോ ട്രാക്ക് വേണമെന്നുള്ളത്. അപ്പോൾ വീഡിയോ ട്രാക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഓഡിയോ ട്രാക്ക് നമ്മൾ എന്ത് ചെയ്യണം, 6 എണ്ണം ആഡ് ചെയ്യാം. ഇനി എക്സ്ട്രാ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ലാസ്റ്റ് മെർജ് ചെയ്ത് ഒന്നാക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ ഓഡിയോ ട്രാക്കിൻ്റെ ടൈപ്പ് എന്ത് ചെയ്യണം, മോണോ ആക്കണം. അതായത് മോണോ ട്രാക്കിൽ 6 ട്രാക്കുകൾ നമുക്കിവിടെ വരണം. മനസ്സിലായല്ലോ. അപ്പോൾ 5 ചാനൽസും ഒരു സബ് വൂഫറും LFE ലോ ഫ്രീക്വൻസി വരണ്ടേ. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെ കാണാൻ പറ്റും ഒരു വീഡിയോ ട്രാക്കും അതുപോലെ 6 ഓഡിയോ ട്രാക്കുമാണ് നമുക്ക് കിട്ടി. എല്ലാം ഇവിടെ മോണോ ട്രാക്കുകളാണ്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വേ ആണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ ഒരു ഫെയർലൈറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, ഫെയർലൈറ്റ് എന്ന ഓഡിയോ എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷനാണ്. അതിൻ്റെ ബേസിക് നമ്മൾ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, കണ്ടു നോക്കുക കേട്ടോ. ഫെയർലൈറ്റിൽ വന്നിട്ട് അവിടെ ബസ് ഫോർമാറ്റ് ഉണ്ടാവും. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഓഡിയോസിനെ കൺട്രോൾ ചെയ്ത് ഔട്ട് എടുക്കുന്ന സമയത്ത് ബസ് എന്ന് പറഞ്ഞാൽ വേറൊരു ട്രാക്കും കൂടെ ആഡ് ആവും. അതിനെ കൂടുതൽ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല, കാര്യം ഓഡിയോ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ബട്ട് അതൊരു ട്രാക്കാണ് നമുക്ക് വിചാരിക്കാം അല്ലേ. ഒരു ട്രാക്കായിട്ട് തന്നെ ഇവനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്തിട്ട് ഈ ബസ്സാണ് നമുക്ക് ഔട്ട് തരുന്നത്, ഔട്ട് എടുക്കുന്ന സമയത്ത് കേട്ടോ. ഓക്കെ, കണ്ടില്ലേ ഈ 6 ചാനൽ കഴിഞ്ഞിട്ട് ഒരു ബസ്. ഓക്കെ, ആ ഒരു ബസ്സിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫെയർലൈറ്റിൻ്റെ അകത്ത് ബസ് ഫോർമാറ്റ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റീരിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ 5x എന്ന് കാണാൻ പറ്റും. 5xൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. 5 ചാനൽസും 5 ഫിലിമും, അതായത് സബ് ഇല്ലാതെ, പിന്നെ സബ് വൂഫർ അടക്കം വരുന്ന 5.1ഉം 5.1 ഫിലിമും കാണാൻ പറ്റും. ഇതിൽ ഏതാ ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5.1 ചൂസ് ചെയ്ത് ഞാൻ കാണിച്ചു കേട്ടോ. 5.1 ഞാൻ ചൂസ് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരിക എന്നറിയാം. ഇവിടെ നമ്മുടെ സ്പീക്കർ സിസ്റ്റത്തിലെ ലെഫ്റ്റ് സ്പീക്കർ വരും, ഇവിടെ റൈറ്റ് സ്പീക്കർ വരും, ഇവിടെ സെൻറ്റർ സ്പീക്കർ വരും, ഇവിടെ LFE ലോ ഫ്രീക്വൻസി ഇല്ലേ നമ്മുടെ സബ് വൂഫർ, ഇവിടെ ലെഫ്റ്റ് സറൗണ്ട് വരും, ഇവിടെ റൈറ്റ് സറൗണ്ട് വരും, സറൗണ്ട് സ്പീക്കേഴ്സിലെ ബാക്കിൽ വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റിങ്സ് പോകുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പ് നമ്മളിവിടെ റീനെയിം ചെയ്ത് വെക്കണം വേണമെങ്കിൽ കേട്ടോ. പക്ഷേ റീനെയിം ചെയ്യേണ്ട കാര്യമില്ല, കുറച്ചും കൂടി എളുപ്പത്തിൽ ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാം. അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം കേട്ടോ. അതിൽ ഫെയർലൈറ്റിൻ്റെ അകത്ത് തന്നെ വരിക. അതിൻ്റെ അകത്ത് ബസ് എസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, നമ്മൾ നേരത്തെ കാണിച്ചാണ്. അതിനേക്കാളും എളുപ്പമുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ലിങ്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ലിങ്ക് ഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 6 ചാനൽസും കാണാൻ പറ്റും. അതിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യണം. ഫസ്റ്റ് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ലാസ്റ്റ് വണ്ണ്, അതായത് 1 സെലക്ട് ചെയ്ത് 6 സെലക്ട് ചെയ്താലും നിങ്ങൾക്ക് അറിയാലോ ആ ഒരു സെലക്ഷന് മൊത്തം സെലക്ട് ആവും. ഇവിടെ നമുക്ക് 5.1 ഫിലിം എന്നുള്ള ഓപ്ഷനും 5.1 ഓപ്ഷനും ഉണ്ട്. 5.1 ഞാൻ കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, സബ് വൂഫർ, ലെഫ്റ്റ് സറൗണ്ട്, റൈറ്റ് സറൗണ്ട്. അപ്പോൾ ഇങ്ങനെയല്ല എന്നുള്ളത് നമുക്ക് ഫിലിമിൽ എങ്ങനെ വരിക എന്ന് അറിയണമെങ്കിൽ പറഞ്ഞ് ബുദ്ധിമുട്ടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ഞാനൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഇതൊന്ന് അൺഡു ചെയ്തിട്ടോ. അപ്പോൾ പഴയ പോലെ തന്നെ ആയ ആ ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നില്ലല്ലോ, വീണ്ടും മോണോ ട്രാക്കുകളായിട്ടോ. ഞാൻ വീണ്ടും ഫെയർലൈറ്റിൽ വരികയാണ്, ലിങ്ക് ഗ്രൂപ്പ് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതേപോലെ എല്ലാവരെയും സെലക്ട് ചെയ്തു, 5.1 ഫിലിം കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലെഫ്റ്റ് ചാനൽ, സെൻറ്റർ ചാനൽ, സെൻറ്റർ കഴിഞ്ഞിട്ടാണ് റൈറ്റ് വരിക, പിന്നെ ലെഫ്റ്റ് സറൗണ്ട്, റൈറ്റ് സറൗണ്ട് കഴിഞ്ഞ ശേഷം ലാസ്റ്റാണ് LFE വരിക. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഹോം തിയേറ്ററിൽ കൊടുക്കുന്ന സമയത്ത് സബ് വൂഫറിൽ വരേണ്ട സൗണ്ട് സബ് വൂഫറിലല്ല വരിക, എവിടെ വരിക, റൈറ്റ് സറൗണ്ടിൽ. അങ്ങനെ മാറി മാറി വരും. അപ്പോൾ നമ്മൾ എവിടെയാണോ പ്രദർശിപ്പിക്കുന്നത് അല്ലെ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നമ്മൾ ഔട്ട് എടുക്കുന്നത് അതിനനുസരിച്ച് ഈ ഒരു ഫോർമാറ്റ് മാറും. അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് നിന്ന് വിൻഡോസ് എന്നാലും മാക്ക് എന്നാലും നമ്മൾ ഔട്ട് എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ 5.1 ഔട്ട്. ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നോക്കിക്കോ. നമുക്ക് മാക്കിലാണ് മിഡി എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, മിഡി ആപ്ലിക്കേഷൻ. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 5.1 ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, ഞാൻ ഒരുപാട് വീഡിയോസ് അതിനെ പറ്റി ചെയ്തിട്ടുണ്ട്. അവിടെ പ്ലസ് അടിച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് അഗ്രിഗേറ്റ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്ര ചാനൽ വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ PC ആണ്, PC യിൽ മാക്ക് ചെയ്താണ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ അകത്ത്
ഔട്ട് കണ്ടോ, ഔട്ട് ലൈൻ ഔട്ടുകൾ 3 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 5.1 അവിടെ കിട്ടും. 3 ഔട്ടിൽ ഓരോന്നിലും 2 ചാനൽ വെച്ചിട്ട് 6 ഔട്ടുകൾ കിട്ടും. അങ്ങനെയാണ് ഞാൻ സെലക്ട് ചെയ്തിരുന്നത്. വിൻഡോസിൽ ഇതേപോലത്തെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് ഇതേപോലെ 5.1 ഔട്ടിൽ കൊടുക്കണം. നമ്മൾ ഇപ്പോൾ 2.1 ഔട്ടാണെങ്കിൽ അത് മാറ്റി 5.1 ഔട്ടിലേക്ക് കൊടുത്തിട്ട് കണ്ടാൽ മാത്രമേ നമുക്കിത് ഔട്ട് കറക്റ്റ് ആയിട്ട് കിട്ടും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സംഭവമുണ്ട്. ആ ഒരു ടൈപ്പിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് 5.1 എങ്ങനെയാണ് വരിക എന്നറിയോ? നമ്മൾ പറഞ്ഞ പോലെ ഫിലിം മോഡിലല്ല വരിക. ലിങ്ക് ഗ്രൂപ്പ് കൊടുത്തിട്ട് കൺഫ്യൂഷൻ ഒന്നുമില്ല, കുറച്ച് വിശദമായിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് കേട്ടോ. 5.1 ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഹോം തിയേറ്ററിൻ്റെ ഓരോ പോർട്ടിലേക്കും ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കിയിട്ട് പ്ലേ ചെയ്ത് നോക്കുക. ഒന്നെങ്കിൽ 5.1 ടെസ്റ്റ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട്, സെൻറ്റർ, റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വോയിസ് വരുന്നില്ലേ, ആ സംഭവങ്ങൾ ഓരോ സ്പീക്കറിൽ കറക്റ്റാണോ വരുന്നതെന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് അപ്പോൾ ഇതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇതേപോലെ സിസ്റ്റം അറേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓരോ ചാനലുകളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണേ. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? ഞാൻ LFൻ്റെ ഒരു ഓഡിയോ എടുത്തിലേക്ക് ആഡ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, ഇത് ഞാൻ ഇപ്പോൾ ലിങ്ക് ചെയ്ത ശേഷമാണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രശ്നം കാണിച്ചു തരാം. ഇപ്പോൾ ഇത് സ്റ്റീരിയോ സൗണ്ടാണ്. ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലും കുഴപ്പമില്ല, സ്റ്റീരിയോ തന്നെയാണ് വരിക. പക്ഷേ LFൻ്റെ അകത്ത് വരുന്ന സമയത്ത് LFയിലും സറൗണ്ടിങ്ങിലും ഇത് കയറും. അങ്ങനെ വരാൻ പാടില്ല. സറൗണ്ടിങ്ങിൽ സംസാരം മാത്രമേ ഉള്ളൂ. നമ്മൾ സിനിമ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആളുടെ വോയിസ് വോക്കലില്ലേ, നമ്മുടെ സംസാരങ്ങൾ മാത്രമാണ് വരിക. അതുപോലെ LFയിൽ എന്ത് വരും? ഭയങ്കരമായിട്ടുള്ള ബാസും വരും. അപ്പോൾ അതുപോലെ സറൗണ്ടിങ്ങിലാണെങ്കിലൊക്കെ തന്നെ ഇതേപോലെ സ്റ്റീരിയോ ഓഡിയോകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റായിട്ടുള്ള നമ്മൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം. അപ്പോൾ നമ്മൾ എഡിറ്റിങ്ങിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇത്ര നേരം കാര്യങ്ങളാണ് പറഞ്ഞ് ഇനി എഡിറ്റിങ്ങിലേക്ക് കടക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്ത്, അതായത് മോണോ ആയിട്ട് 6 ചാനൽ ക്രിയേറ്റ് ചെയ്തില്ലേ, ഈ 6 ചാനലിനെ ആദ്യം നമ്മളൊന്ന് റീനെയിം ചെയ്യാൻ പോവുകയാണ്. ഇനി ലെഫ്റ്റ്, റൈറ്റ്, സറൗണ്ട് ഇത്രയും നമ്മൾ റീനെയിം ചെയ്ത് വെച്ച് ഇതൊക്കെ മോണോ ആണെന്ന് കൺഫേം ആക്കണം കേട്ടോ. ലിങ്ക് ചെയ്ത് വെക്കുന്നതിന് മുന്നേ നമ്മൾ എഡിറ്റിംഗ് തുടങ്ങണം. ഈ ഒരു സമയത്ത് നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഇത് ഓഡിയോ ഡ്രാഗ് ചെയ്തിരുന്ന സമയത്ത് കൃത്യമായിട്ട് കണ്ടോ, ഒരു വിഷയമില്ലാതെ നേരെ ഒറ്റ ട്രാക്കായിട്ട് LFൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് എങ്ങനെയാണോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആ രീതിയിലുള്ള ഓഡിയോ ഇതിലേക്ക് LFക്ക് വേണ്ടി ആഡ് ചെയ്യാം. പിന്നെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഞാൻ മ്യൂസിക് ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു മ്യൂസിക് നമ്മുടെ ജസ്റ്റ് ഞാൻ ഈ ഒരു മ്യൂസിക്കിനെ മുകളിലേക്ക് ആഡ് ചെയ്യാണ്. ഓക്കെ, ഫസ്റ്റ് ഫ്രണ്ട് ചാനലിലേക്ക് ഒരു മ്യൂസിക്കും ആഡ് ചെയ്തു, ലെഫ്റ്റ് ചാനലിലേക്ക് കേട്ടോ. അതേപോലെ റൈറ്റ് ചാനലിലേക്കും എനിക്ക് അത് തന്നെ മതിയെങ്കിൽ അത് തന്നെ ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് മ്യൂസിക്കുകൾ ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, റയർ സൗണ്ട്, ഒരു പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നൊരു സൗണ്ട് എന്തെങ്കിലും റയർ ചാനലിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാണ്. ലെഫ്റ്റ് ചാനലിൽ, റൈറ്റ് ചാനലിൽ മാറി മാറി ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ എങ്ങനെയൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അതേപോലെ ലെഫ്റ്റ് ചാനലിൽ, റൈറ്റ് ചാനലൊക്കെ ആയിട്ട് കുറച്ച് നമ്മുടെ റയറിലേക്ക് വേണ്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ആഡ് ചെയ്തു കേട്ടോ. ഇതൊക്കെ ആയിട്ട് റയറിൽ അങ്ങനെയൊക്കെ ആഡ് ചെയ്തു. പിന്നെ എനിക്കിവിടെ സെൻറ്റർ ചാനലിൽ വോയിസ് ഓവറാണ് പോകേണ്ടത്. ഒന്നെങ്കിൽ എനിക്ക് റെക്കോർഡ് ചെയ്യാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഓഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കാണിക്കട്ടെ. ഫെയർലൈറ്റിൽ പോവുക, എന്നിട്ട് ഒന്നെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ട് റെക്കോർഡിൻ്റെ അകത്ത് സെറ്റപ്പിൽ വരിക. സെറ്റപ്പിൻ്റെ അകത്ത് റെക്കോർഡ് ട്രാക്ക്, സെൻറ്റർ ട്രാക്കിനെ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് മൈക്ക് ഏതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഫെയർലൈറ്റിൽ വന്നിട്ട് പാച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2 ചാനലും അതേപോലെ ഏത് ഇതിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത് അതും പാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഇപ്പോൾ ഞാൻ തൽക്കാലം സെൻറ്റർ ചാനലിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെൻറ്റർ ചാനൽ ആഡ് ചെയ്തിട്ട് ഇവിടെ എൻ്റെ മൈക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇപ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഞാനൊന്ന് റെക്കോർഡ് ചെയ്യാണ്. എന്തെങ്കിലും ഇവിടെ എനിക്ക് പറയാൻ ഡയലോഗൊന്നും പെട്ടെന്ന് കിട്ടുന്നില്ല. എന്തെങ്കിലും ഒരു സംഭവം ഇതിന് ചേരുന്ന എന്തെങ്കിലും ഒരു സംഭവം റെക്കോർഡ് ചെയ്ത് ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ 5.1 സംഭവം സെറ്റായില്ലേ? ഓക്കെ, ഇത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെയൊക്കെ സൗണ്ടൊക്കെ സെറ്റാക്കുക. നിങ്ങൾക്ക് വേണ്ട പോലെയൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം പറഞ്ഞ അതേ ഓപ്ഷൻ കേട്ടോ. ഫെയർലൈറ്റിൻ്റെ അകത്ത് വരിക, ലിങ്ക് ഗ്രൂപ്പ് കൊടുക്കുക, സെലക്ട് ചെയ്യുക, 5.1 കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നോർമൽ 5.1 ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, ഫെയർലൈറ്റിൻ്റെ ഈ ഒരു ഓപ്ഷനല്ലേ, ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും, ബസ് എന്നുള്ളത്. ഈ ബസ്സിൻ്റെ അകത്ത് 5 ചാനലുകൾ ഇവിടെ കാണാൻ പറ്റും. ഇതാ ഇവിടെ ഓക്കെ റൈറ്റ്, ഇവിടെയൊക്കെ 5 ചാനലുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെയൊക്കെ ഒരു ചാനൽ മോണോ കേട്ടോ, മോണോ, പക്ഷെ ഇവിടെ 5 എണ്ണം ഉണ്ട് അല്ലേ? അതേപോലെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഇവിടെ കാണാൻ പറ്റും, കാണിച്ചു തരാം. ഈ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടതാ, ഇവിടെ
A1 എന്നുള്ള ഈ ഓപ്ഷൻ്റെ അകത്ത് പാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ അല്ലേ, കാണാൻ പറ്റില്ലേ? അതിൽ ഇവിടെ ഒരു പോയിന്റ് ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, സബ്, സറൗണ്ടിങ് കണ്ടോ. ഇനി നമ്മൾ നേരത്തെ പോലെ ലിങ്ക് ചെയ്തില്ല എന്ന് കരുതുക. ഒന്നുകൂടി ഞാൻ അണ്ടു അടിക്കുകയാണേ, ബുദ്ധിമുട്ടാകുന്നില്ലല്ലോ, കൺഫ്യൂഷൻ വരുന്നില്ല. അണ്ടു അടിച്ച് സെപ്പറേറ്റ് ചാനലുകളാക്കിയേ. ഇപ്പോൾ ഞാൻ ഈ ലിങ്ക് കൊടുത്തിട്ടില്ല കേട്ടോ, ലിങ്ക് ഗ്രൂപ്പ് കൊടുത്തിട്ടില്ല. മോണോ ട്രാക്കുകളാണ് ഓരോന്ന് നമ്മൾ ഇവിടെ കാണിച്ചു തന്ന പോലെ. മോണോ ട്രാക്കുകളാകുമ്പോൾ നമുക്കിവിടെ ഇവിടെ കണ്ടോ ഒക്കെ സെൻട്രൽ ചാനലിൽ മാത്രമാണ് അപ്പിയർ ആകുന്നത്. കണ്ടോ A1 A2 ഇവിടെ നമുക്ക് A6 ചാനലുകളുണ്ട്, എല്ലാം സെൻട്രൽ ചാനലാണ്. അപ്പോൾ നമ്മൾ മാനുവലി എന്ത് ചെയ്യണം, ഇത് ലെഫ്റ്റാണ്, ഇത് റൈറ്റാണ്, ഇത് സെൻറ്ററാണ്, ഇത് സബ്ബാണ്, അങ്ങനെ പറഞ്ഞിട്ട് ഓരോന്നോരോന്ന് സെപ്പറേറ്റ് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ടൊരു ഔട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമ്പ്യൂട്ടറിനോട് തന്നെ ഹെൽപ്പ് ചോദിച്ചുകൊണ്ട് 5.1 ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ, ഒക്കെ ഞാൻ പഴയ പോലെ തന്നെ ആക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ ഞാൻ ലിങ്ക് ചെയ്യാൻ കാണിക്കാൻ പോകണേ. ബോറടിക്കുന്നുണ്ടോ? ഒരേ കാര്യം തന്നെ പറയുന്നതുകൊണ്ട് ഈ ഒരു കൺഫ്യൂഷൻ തീർന്ന് പോയിക്കോട്ടെ എന്ന് കരുതിയാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. വീണ്ടും സെലക്ട് ചെയ്തു. 5.1 ആകുന്ന സമയത്ത് കണ്ടോ എല്ലാം കൂടി ഒരൊറ്റ ചാനലായി ഇവിടേക്ക് 5.1 എന്നുള്ള രീതിയിലേക്ക് അറേഞ്ചായി. ഓക്കെ, അങ്ങനെയാണെന്ന് കൺഫേം ആക്കിയ ശേഷം നിങ്ങൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 5 ചാനൽ കണ്ടോ. ഈ 5 ചാനലിലും കൂടെയാണ് ഓഡിയോ കണ്ടോ മാറി പ്ലേ ആവുന്നതാ. ഈ 5 ചാനലുകളിലും ഓരോ ഓഡിയോ വേറെ പ്ലേ ആവുന്നത് കണ്ടോ. ഇനി ഇങ്ങനെയല്ല നമ്മൾ നേരത്തെ പോലെ ആണെങ്കിൽ ഒന്നും കൂടെ ഞാൻ അണ്ടു അടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു വ്യത്യാസം മനസ്സിലാവും, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് 5.1 എടുക്കുമ്പോൾ മിസ്റ്റേക്ക് വരുന്നത്. ഇപ്പോൾ ഞാൻ പ്ലേ ആക്കുകയാണെങ്കിൽ 5 ചാനലിലും ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് വരും. പക്ഷേ നമ്മുടെ ബസ്സിൻ്റെ അകത്ത് കണ്ടോ മൂന്നാമത്തെ സെൻട്രൽ ചാനലിൽ മാത്രമാണ് ഔട്ട് കിട്ടുന്നത്. വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഓഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഔട്ട് എടുത്ത് നമ്മൾ MP4 അല്ലെങ്കിൽ MOV എടുക്കൂലേ, ആ സമയത്ത് വേറെ ഒരു പ്ലെയറിൽ പ്ലേ ചെയ്യുകയാണെങ്കിൽ സെൻട്രൽ ചാനലിൽ മാത്രമായിരിക്കും ഓഡിയോ ഉണ്ടാവുക. ഓക്കെ, ഈ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫെയർലൈറ്റിൻ്റെ അകത്ത് വന്ന് ലിങ്ക് ഗ്രൂപ്പ് കൊടുത്തിട്ട് സെലക്ട് ഓൾ കൊടുത്തിട്ട് 5.1 പേ ചെയ്ത്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഭവം. ബാക്കി മുഴുവൻ ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ്. നിങ്ങൾ എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ തീരുള്ളൂ. ഇപ്പോൾ ഞാൻ ഒന്നും കൂടെ പ്ലേ ചെയ്യണേ. ഇപ്പോൾ കണ്ടോ ഈ ചാനൽസിലും ഓരോ ചാനൽസിലും സെപ്പറേറ്റ് ആയിട്ട് ഓഡിയോ പ്ലേ ആയി. ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, നേരെ ഔട്ടിൽ വരിക. ഔട്ട് എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ കിപ്പ് ടൈമോ MP4 ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഓഡിയോ ഫോർമാറ്റ് എന്ത് ചെയ്യണം, ഇവിടെ ഔട്ട്പുട്ട് ട്രാക്ക് ഈ ഒരു ബസ് എന്നുള്ള ട്രാക്ക് തന്നെയാണെന്ന് കൺഫേം ആക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ലീനിയർ PCM എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും, അത് തന്നെ കൊടുക്കുക. നിങ്ങൾക്ക് വിൻഡോസിനാണ് വേവ് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് സാധാരണ പോലെ റെൻഡർ ചെയ്യാം. ഇപ്പോൾ റെൻഡർ ഔട്ട് ഇവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടറിയാം, നമ്മളിവിടെ വീഡിയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ഇമേജോ എന്തെങ്കിലും സംതിങ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സുന്ദരൻ്റെ മുഖം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മതിയാവും. ഇനി നോക്കിയാൽ ആ പ്രശ്നം സോൾവ് ആയില്ലേ. ആഡ് റെൻഡർ ക്യൂ കൊടുക്കുക. അതേപോലെ ഈ ഒരു ഓഡിയോ ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് കേട്ട് നോക്കുക 5.1 കറക്റ്റ് അല്ലേ എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5.1 ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്ന പ്ലെയറിൻ്റെ അകത്ത് VLCയോ അങ്ങനെ ഏതെങ്കിലും പ്ലെയറിൻ്റെ അകത്ത് പ്ലേ ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഔട്ട് 5.1 ആയിട്ട് തന്നെ സിസ്റ്റം സെറ്റ് ചെയ്തിട്ട് ഹോം തിയേറ്ററിലും സെറ്റ് ചെയ്തിട്ട് വേണം കേൾക്കാൻ. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള 5 ചാനലിൽ 5 സൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ട് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതി ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ 5.1 ഓഡിയോ ഔട്ട് എടുക്കുക. ഒരു കാര്യം കൂടി പറയട്ടെ, നമുക്ക് ഒരുപാട് ട്രാക്കുകൾ ഒന്നിൽ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു ട്രാക്കിൻ്റെ അകത്തേക്ക് നമുക്ക് വേറൊരു മ്യൂസിക് കൂടി വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഫുള്ള് ട്രാക്കുകളിട്ട് എഡിറ്റ് ചെയ്തിട്ട് വെച്ച ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ കോമ്പൗണ്ട് ക്ലിപ്പ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൊത്തം ഒരൊറ്റ ട്രാക്കിലേക്ക് മാറും. എന്നിട്ട് അതിനെ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ എന്നുള്ളത് അറേഞ്ച് ചെയ്ത് മാറ്റി വെച്ച് കൊടുത്താൽ മതി. അറിയാലോ അല്ലേ. ഇപ്പോൾ ഈ 3 കൂടെ എനിക്ക് ഒരൊറ്റ ചാനലിൻ്റെ അകത്താണ് വരേണ്ടിയിരുന്നത്. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ കോമ്പൗണ്ട് ക്ലിപ്പ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഞാൻ എക്സാമ്പിൾ പറയുകയാണേ. ഇനി അടുത്ത സറൗണ്ടിങ്ങിലേക്ക് വേറെ സൗണ്ടാണ് വേണ്ടെങ്കിൽ കണ്ടോ, ഇത് മൊത്തം ലെഫ്റ്റിൽ കിട്ടിയല്ലോ, അടുത്ത റൈറ്റിൽ കിട്ടും, അങ്ങനെ കിട്ടും കേട്ടോ. അങ്ങനെ നിങ്ങൾ ചെറിയ ബീറ്റുകളും സൗണ്ടുകളൊക്കെ ഓരോന്നിൽ ആഡ് ചെയ്ത് വെച്ചോ അവനെ കോമ്പൗണ്ട് ക്ലിപ്പ് ആക്കിയ ശേഷം ലെഫ്റ്റ് ചാനൽ റൈറ്റ് ചാനൽ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഔട്ട് എടുക്കുക. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചാലും യൂട്യൂബിൽ 5.1 സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് അറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ടും ഇത് ഡൗൺലോഡ് ചെയ്ത് കേട്ട് നോക്കുക എങ്ങനെയാണെന്നുള്ളത്. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. എന്നോട് ചാറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ചാറ്റ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വെബ്സൈറ്റിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.